കൈ എന്റെ ദേഹത്ത് ഉണ്ട്. എന്റെ തൊട്ടിപ്പുറത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നു. ജനത്തിനെ പറ്റി പറയുമ്പോ ഞാൻ കുറച്ചും കൂടി എന്റെ നെഞ്ചിടിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര ഫുൾ ഫോഴ്സ് എടുത്ത് ഇങ്ങനെ ഭയങ്കര. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈല ചിയാറ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പൊ എന്തൊക്കെയുണ്ട്, ആരോടല്ല ഞാൻ ചോദിക്കുന്നത്, കണ്ടോണ്ട് നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? സത്യമായിട്ട് വെക്കാറില്ല. സോ ബേസിക്കലി ഇതെന്റെ ചാനലിലെ മൂന്നാമത്തെ നാലാമത്തെയോ ഒക്കെ വീഡിയോ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. ഞാൻ എന്തായാലും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് സ്ഥിതിക്കും ഇതിനെ ഒന്ന് സീരിയസ് ആയി കാണാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്കും ഐ തോട്ട് ഈ വീഡിയോ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ബിക്കോസ് ബിഫോർ വി ആർ സ്റ്റാർട്ടിങ് നമ്മൾ തമ്മിലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആരാണ്, എന്താണ് എന്നൊക്കെ അറിയാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആർക്ക് ഓക്കെ, വോട്ടെവർ. അപ്പൊ ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ആരാണ് എന്നുള്ളത് ആദ്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാക്കിയുള്ള വീഡിയോസിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ബേസിക്കലി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന്റെ മെയിൻ റീസൺ തന്നെ, എനിക്കറിയില്ല ഇതെനിക്ക് എവിടെയെങ്കിലും കൊണ്ടെത്തിക്കാൻ പറ്റുമോ എന്നുള്ളത്, പക്ഷെ ജെന്വിൻലി ലൈക്ക് എനിക്ക് ജെന്വിൻ ആയിട്ടും ഇതിനെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കാൻ പറ്റണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഫീൽഡിൽ ഗ്രോ ആവണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ബിക്കോസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ സംസാരിക്കുക, ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുക, അതിനകത്ത് എന്റെ അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടവും ഇമ്പോർട്ടൻറ്റും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ദാറ്റ് അതിന് ഇതിനെക്കാട്ടിലും നല്ലൊരു പ്ലാറ്റ്ഫോം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഉണ്ടാവുമോ എന്നുള്ളത്. സോ ദാറ്റ് എനിക്ക് ഈ ഫീൽഡിൽ തന്നെ ഗ്രോ ആവണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പറഞ്ഞു വലിപ്പിക്കുന്നില്ല. ബേസിക്കലി എന്റെ പേര് നന്ദ എന്നാണ്, നന്ദ മൂർത്തി. എനിക്ക് അമ്മയും അനിയനുമാണുള്ളത്. എൻ്റെ അച്ഛൻ ഞാൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതാണ്. സോ ഞങ്ങൾ 3 പേരുമായിട്ടാണ് എൻ്റെ ലൈഫ് തുടങ്ങുന്നതും അവർ തന്നെയാണ് എൻ്റെ ലൈഫും എൻ്റെ എല്ലാം. ദെൻ ഞാനിപ്പോൾ എൻ്റെ ഇതുവരെയുള്ള ലൈഫിനെ ഒന്ന് പാർട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചൈൽഡ്ഹുഡ്, പിന്നെ എൻ്റെ സ്കൂളിംഗ്, പിന്നെ റെസ്റ്റ്, അത്രയും പറയാൻ പറ്റുള്ളൂ. കാരണം അതിപ്പോൾ ഓൺഗോയിങ് ആണല്ലോ. സ്കൂളിംഗ് അല്ല കേട്ടോ, സ്കൂളിംഗ് കഴിഞ്ഞ് കോളേജും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഏകദേശം കഴിയാനായില്ല, നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എൻ്റെ ചൈൽഡ്ഹുഡിനെ പറ്റി സംസാരിക്കാം. ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചതും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരായിരുന്നു. എൻ്റെ പപ്പയുടെ വീട് ബാംഗ്ലൂരായിരുന്നു. അപ്പൊ ഞങ്ങള് പപ്പയുടെ മമ്മിന്റെയും ലവ് മാരേജ് അല്ലാന്ന് അവർ പറയുന്നു, പക്ഷെ ലവ് മാരേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പപ്പ കന്നഡികയും മമ്മി മലയാളിയുമാണല്ലോ. വോട്ടെവർ. മമ്മി എന്തായാലും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബാംഗ്ലൂരായിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ അല്ല അറേഞ്ച്ഡ് മാരേജ് എന്നൊക്കെ അവർ പലപ്പോഴും പറയുമായിരിക്കും. ഓക്കെ, എന്താണേലും ഞാൻ ജനിച്ചത് ബാംഗ്ലൂരാണ്. പപ്പന്റെ വീട് അവിടെ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു 3 വയസ്സ്, എനിക്ക് 2.5 വയസ്സൊക്കെ ഉള്ള സമയത്താണ് എനിക്ക് അനിയൻ ഉണ്ടാവുന്നത്. അനിയൻ ഉണ്ടായി ഒരു 9 മാസം ആയപ്പോഴേക്കും എൻ്റെ പപ്പ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അത് കഴിഞ്ഞ് പിന്നെ മമ്മി, പിന്നെ പപ്പ ഇല്ലാതെ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ, കാരണം ഒബ്വിയസ്ലി മമ്മിയുടെ കൾച്ചറും മമ്മിന്റെ ലാംഗ്വേജും ഒന്നും അല്ലല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി പപ്പ പോലും ഇല്ലാതെ അവിടെ നിൽക്കാൻ, ഞങ്ങൾ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് മമ്മി തിരിച്ച് കേരളത്തിലേക്ക് വരികയാണ്. ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് കേരളത്തിലോട്ട് വന്ന് മഞ്ചേരി എന്ന് പറഞ്ഞ എൻ്റെ നാട്ടിലാണ് ഒരു കുഞ്ഞി വീടല്ല, ഒരു അപ്പാർട്ട്മെന്റ് റെന്റിന് എടുത്തിട്ട് ഞങ്ങൾ 3 പേരും അവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ ലൈഫ് തുടങ്ങുന്നത് അവിടെ നിന്നാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ബാംഗ്ലൂരിലെ കാര്യങ്ങൾ എനിക്ക് അധികം ഒന്നും ഓർമ്മയില്ല. വളരെ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് 3 വയസ്സായപ്പോഴേക്കും എൻ്റെ പപ്പ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ പപ്പേനെ നല്ല പോലെ ഓർമ്മയുണ്ട്. പപ്പേൻ്റെ കൂടെ ബൈക്കിൽ പോകുന്നതും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ട്. ഇത് എത്ര പേര് വിശ്വസിക്കും എന്ന് എനിക്കറിയില്ല, പക്ഷെ പപ്പേനെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പപ്പേനെ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി അത്രയും ചെറുപ്പത്തില് ബാംഗ്ലൂരിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു ചോദിച്ചാൽ എനിക്ക് കാര്യമായിട്ട് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുള്ളത് ഞങ്ങൾ മഞ്ചേരി വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നിന്ന് എന്റെ ചൈൽഡ്ഹുഡിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എനിക്ക് അധികം ഇഷ്ടമില്ലാത്തൊരു ഫേസ് എന്ന് ചോദിച്ചാൽ അതെന്റെ ചൈൽഡ്ഹുഡാണ്. ബിക്കോസ് എനിക്ക് ഒരിക്കലും ഒരു ചൈൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കുട്ടിയായിട്ട് ആക്ട് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അത് എന്റെ തന്നെ പ്രശ്നമായിരിക്കാം. കാരണം കുട്ടി എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ കുട്ടിത്തം വേണമല്ലോ. ഒബ്വിയസ്ലി കുറച്ച് കുറുമ്പുകളും കുസൃതികളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഈ
ചെറിയ പ്രായത്തിൽ മാത്രം നമുക്ക് കാണിക്കുമ്പോൾ ആൾക്കാർ എൻജോയ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ചില കാര്യങ്ങൾ കാണിക്കുന്നതാണല്ലോ കുട്ടികൾ ബേസിക്കലി. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളായിരുന്നില്ല. ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ട്രോൾ ചെയ്യാറുണ്ടല്ലോ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അങ്ങനെ ഒന്ന് രണ്ട് കുട്ടികളെ നിങ്ങൾ ട്രോൾ ചെയ്യാറുണ്ടല്ലോ, ചെറിയ വയൽ വലിയ വർത്താനം പറയുന്നു, ഓ ഓ ഇപ്പോഴേ അമ്മായിയായിട്ട് ഇത്ര ചെറുപ്പത്തിലെ ഒരു അമ്മായിയായി സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചില കുട്ടികൾ ട്രോൾ ചെയ്യുന്ന ഞാൻ കാണാറുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു കാറ്റഗറിയിൽ പെട്ടൊരു കുട്ടിയായിരുന്നു. കാരണം എനിക്ക് ഈ ചെറിയ പ്രായത്തില് ഈ കുഞ്ഞി കുഞ്ഞി കുട്ടികൾ കാണിക്കുന്ന കുസൃതികളോ അല്ലെങ്കിൽ കൊഞ്ചലുകളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് കുറവായിരുന്നു. ഞാനിപ്പോ കാണിച്ചൊരു ഏറ്റവും വലിയ കുസൃതി കുറുമ്പ് എന്താന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർത്തെടുക്കുമ്പോൾ എനിക്ക് ഒന്നും കിട്ടുന്നില്ല. ചെയ്തിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ ബേസിക്കലി എന്റെ ചൈൽഡ്ഹുഡ് അത്ര എക്സൈറ്റിംഗ് ഒന്നും ആയിരുന്നില്ല. ഒബ്വിയസ്ലി എന്നെയും എന്റെ അനിയനെ നോക്കാൻ വേണ്ടിയിട്ട് എന്റെ മമ്മി കഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. എന്റെ മമ്മി ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലും പകലും ഇല്ലാതെ മമ്മി കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. ഇത്രയൊക്കെ എന്റെ ചൈൽഡ്ഹുഡിനെ പറ്റി എനിക്ക് പറയാനുള്ളൂ. ചൈൽഡ്ഹുഡിനെ പറ്റി പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് ചിലപ്പോ ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റില്ലായിരിക്കും, കാരണം അതങ്ങനെയാണ്. എനിവേസ്, എനിക്ക് ഇഷ്ടമല്ലാത്ത എന്റെ ഒരു ഫേസ് ചൈൽഡ്ഹുഡ് ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരിക്കലും ഒരു കുട്ടിയാവാൻ പറ്റിയിട്ടില്ല. ഞാനും എന്റെ അനിയനും തമ്മിൽ 2.5 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഞാൻ എപ്പോഴും എന്റെ വീട്ടിലൊരു മൂത്ത കുട്ടി എന്നുള്ളൊരു ഉള്ള പോലത്തെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. ഞാൻ എന്തോ ഒരു വലിയ കുട്ടി, അവൻ ചെറിയ കുട്ടി എന്നുള്ള പോലെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ചൈൽഡ്ഹുഡിൽ ഞാൻ കാണിച്ച കുറുമ്പുകളും കളികളും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാനില്ല. അത് കഴിഞ്ഞാണ് ഞാൻ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അതൊരു ഒന്നൊന്നര ജേർണി ആണല്ലോ, കാരണം നമ്മുടെ ലൈഫിലെ 10-12 വർഷം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണല്ലോ. അവിടെ വെച്ച് കുറെ നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ചിലരുമായിട്ട് ഇപ്പോഴും നല്ല കോണ്ടാക്റ്റിലാണ് ഞാനുള്ളത്. അങ്ങനെ സ്കൂളിംഗ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂളിംഗ് എനിക്ക് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. കോൺവെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് അറിയാം, അവരോട് അതിൽ വളരെ കുറച്ച് കുട്ടികൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും കോൺവെന്റ് സ്കൂളിൽ നിന്ന് അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരിക്കില്ല ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക. ബിക്കോസ് എല്ലാം ഒരു പ്രീ ജഡ്ജ്മെന്റൽ ആയിട്ടാണ് അവിടെയുള്ള കൂടുതൽ ആൾക്കാരും എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു പ്രീ ജഡ്ജ്മെന്റ് അവർക്ക് ഉണ്ടായിരിക്കും. ഇത് ഇങ്ങനെ ആയിരിക്കും ഈ കുട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. നമുക്ക് ആ കുട്ടീനെ കാണുമ്പോൾ അറിയാലോ, ആ കുട്ടി ഈ നാട്ടുകാരെ ചെറുക്കന്മാരെ കാണിക്കാൻ വേണ്ടി ഒരുങ്ങിക്കെട്ടി വരുന്നു, സീനിയേഴ്സിനെ കാണിക്കാൻ വേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനെ ടീച്ചേഴ്സിന് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ അനാവശ്യമായിട്ട് എല്ലാത്തിലും ഡ്രാഗ് ചെയ്തോണ്ടിരിക്കും. നമ്മൾ ആ ഫ്രണ്ട്സ് ഗ്രൂപ്പിലായതുകൊണ്ട് ആ പ്രശ്നത്തിൽ ഓട്ടോമാറ്റിക്കലി നമ്മളും ഡ്രാഗ് ആയി. അങ്ങനെ തന്നെ വരും. അപ്പൊ എപ്പോഴും ഒരു പ്രീ ജഡ്ജ്മെന്റൽ ആയിട്ടാണ് ടീച്ചേഴ്സ് ഒക്കെ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് ടീച്ചേഴ്സിനെ മാത്രമേ എനിക്ക് അവിടെ ഇഷ്ടമുള്ളതുണ്ടായിരുന്നുള്ളൂ, ടു ബി ഫ്രാങ്ക്. അപ്പോ അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും നല്ല മെമ്മറീസ് ഉണ്ടോ വെച്ചാൽ നല്ല മെമ്മറീസ് ഉണ്ട്. ഒബ്വിയസ്ലി അവിടുന്ന് ഉണ്ടായിട്ടുള്ള വളരെ കുറച്ച് ബന്ധങ്ങൾ ഇപ്പോഴും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഉണ്ട്. സ്കൂളിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു 7th 8th പഠിക്കുമ്പോഴാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വേർസ്റ്റ് നൈറ്റ് മെയർ, ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രോമ എനിക്കുണ്ടാവുന്നത്. ഞാൻ 8th പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്കൂളെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എന്നെ വീട്ടിൽ ഒരു കസിനും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു ഒരു റൂം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ റൂമിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ റൂമില് ഇവിടെ ഒരു കട്ടിലുണ്ട്, ഇവിടെയും ഒരു കട്ടിലുണ്ട്. അങ്ങനെ പാരലൽ ആയിട്ട് 2 സിംഗിൾ ബെഡാണ് ആ റൂമിൽ അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഈ ബെഡിൽ കിടക്കുന്നു, ഇവിടെ എന്റെ കസിൻ കിടക്കുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളന്ന് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്റെ ബെഡിനോട് ചേർന്നാണ് ഒരു ജനാല വരുന്നത്. അപ്പൊ ഞങ്ങളന്ന് കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളാണെങ്കിൽ സംസാരത്തിന്റെ ഇടയിലാണ് ഞാൻ ഉറങ്ങി പോവാണ് ചെയ്തത്. അല്ലാതെ ഞാൻ കിടക്കാൻ വേണ്ടി പോയി ഉറങ്ങിയതായിരുന്നില്ല. ഞാൻ യൂഷ്വലി കിടക്കുന്നത് മറ്റേ റൂമിലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഈ കളിച്ച് സംസാരത്തിന്റെ ഇടയിൽ ഉറങ്ങിപ്പോയത് കൊണ്ട് ഞാൻ അന്ന് രാത്രി അവിടെയാണ് കിടന്നത്. അങ്ങനെ കിടന്ന് ഒരു 2 മണി 3 മണി 2:45 3 മണി സമയം ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എങ്ങനെ ഓപ്പത്തിൽ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു 10 സെക്കൻഡ് ഇങ്ങനെ കണ്ണു തുറന്ന് എന്തോ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് റിയലൈസേഷൻ വരുന്നത്. ഒരു ഓട്ടോ ഓക്കെ. അങ്ങനെ കണ്ണു തുറന്ന് ഒരു 10 സെക്കൻഡ് ഇങ്ങനെ എന്തൊക്കെയാണ് ആലോചിച്ച് ഇങ്ങനെ കിടക്കായിരുന്നു. അങ്ങനെ 10 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ഈ ഇൻഗോസ്റ്റ് ഹൗസിനില് സിദ്ദിഖ് കാണിക്കില്ലേ, ഒരു കൈ 2 കൈ മൂന്നാമതൊരു കൈ, അതുപോലെയായിരുന്നു. ഞാൻ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോ എന്റെ ഒരു കൈ ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ കൈ ഉണ്ട്. ഇത് രണ്ടും അല്ലാതെ വേറൊരു കൈ എന്റെ ദേഹത്ത് ഉണ്ട്. ഞാന്
അതെന്താ എനിക്ക് പ്രോസസ് ആവുന്നില്ല, ഉറക്കത്തുനിന്നാണല്ലോ എഴുന്നേറ്റത്. ഞാൻ അതെന്താന്നുള്ളത് ആ കയ്യിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ എന്റെ തൊട്ടിപ്പുറത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നു, ജനലിന്റെ അപ്പുറത്ത്. ജനലിൽ കൂടെ കൈയിട്ട് എന്നെ പിടിച്ചു നിൽക്കുകയായിരുന്നു അയാൾ. അന്ന് എനിക്ക് ഉണ്ടായത് എന്താന്ന് വെച്ചാല്, ഇപ്പോഴും എനിക്ക് അതിനെപ്പറ്റി പറയുമ്പോ ഞാൻ കുറച്ചും കൂടി ഓവലിന്റെ വെച്ചാൽ നെഗറ്റീവ് നെഗറ്റീവ് സൈഡിലേക്ക് ഞാൻ അങ്ങനെ പോകും. ബിക്കോസ് അന്ന് ഞാൻ പേടിച്ചൊരു പേടി എന്താന്നുള്ളത് ഇപ്പോഴും അതിനെപ്പറ്റി പറയുമ്പോ എന്റെ നെഞ്ചിടിക്കുന്നുണ്ട്. ബിക്കോസ് ഞാൻ കണ്ണു തുറന്ന് ഉറക്കത്തിൽ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോ എന്റെ സൈഡിൽ ഒരാള്, അയാൾ എന്നെ പിടിച്ചോണ്ട് നിൽക്കുന്നു രാത്രി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ തൊണ്ടയിൽ നിന്ന് ഒച്ചയെ വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ അനങ്ങുന്നപ്പോ അയാൾക്ക് ഞാൻ എഴുന്നേറ്റു എന്ന് മനസ്സിലായപ്പോ അയാള് ഓടി. അയാള് അതിൽ കൂടെ ഓടിപ്പോയി. ഓടിയത് പോലും ഇല്ല കേട്ടോ, അയാൾ നടന്നാണ് പോയത്. എനിക്കറിയില്ല. എനിവേസ് എന്താ, ഞാൻ എഴുന്നേറ്റു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ അയാൾ ഓടി. എനിക്ക് എന്റെ തൊണ്ടയിൽ നിന്ന് ഒച്ച പോലും വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്റെ കസിൻ അറിഞ്ഞത് പോലും ഇല്ല ഞാൻ അവിടുന്ന് ഇങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള സംഭവം. ഞാൻ ഒത്തിരി നേരം ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് ഒച്ച വരാതെ ഞാൻ ഞാൻ ഭയങ്കര ഫുൾ ഫോഴ്സ് എടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കി കാറുകയെന്ന് അറിയില്ല, അങ്ങനെ കാറി കഴിഞ്ഞപ്പോഴാണ് എന്റെ തൊണ്ടയിൽ നിന്ന് കുറച്ചെങ്കിലും ഒച്ച വന്നത്. അങ്ങനെ കാറി കഴിഞ്ഞ് എന്റെ ഒച്ച കേട്ടിട്ട് എന്റെ കസിൻ പേടിച്ചിട്ട് എന്താ എന്താ എന്താന്ന് ചോദിച്ചു. എനിക്ക് ഈ കട്ടിലിൽ നടന്ന് അവളുടെ കട്ടിലേക്ക് പോകാൻ വരെ പേടിയായിരുന്നു. ഞാൻ അങ്ങനെ അവളുടെ കട്ടിലേക്ക് പോയി കഴിഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവളും ഭയങ്കരമായിട്ട് പേടിച്ചു. എന്റെ ഒച്ച കേട്ടാണല്ലോ അവളും ഉറക്കത്തുനിന്ന് ഞെട്ടിയാണല്ലോ എഴുന്നേക്കുന്നത്. അവളും ഒരുപാട് പേടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഇതിനെപ്പറ്റി സംസാരിക്കും. എനിക്ക് എന്താ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അവിടുന്ന് എഴുന്നേറ്റ് പോയി സ്വിച്ച് ഓൺ ചെയ്യാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. ഞാനും എന്റെ ചേച്ചിയും കൂടി ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് പോയി എന്താ സ്വിച്ച് ഓൺ ചെയ്ത് അപ്പുറത്തെ റൂം പോയി മമ്മീനെ വിളിച്ചൊക്കെ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനല് തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ യൂഷ്വലി ജനല് തുറക്കാറില്ല, ജനല് അടച്ചു തന്നെയാണ് ഇടാറുള്ളത്. അന്ന് ഈ പറഞ്ഞ എന്റെ കസിൻ വന്നല്ലോ. അപ്പൊ എന്റെ കസിൻ വന്ന സമയത്ത് എന്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ സ്കൂളിലും മമ്മി ഓഫീസിലും പോയിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ അവള് നേരെ നമ്മുടെ വീട്ടിലേക്കായിരുന്നു വന്നത്. അപ്പൊ അവള് ചൂടെടുത്തിട്ട് എങ്ങാണ്ട് ജനല് തുറന്നിട്ടിട്ട് അവനെ കിടന്നതാ. പിന്നെ എഴുന്നേറ്റപ്പോൾ ജനൽ അടയ്ക്കാൻ മറന്നും പോയി. യൂഷ്വലി ജനൽ തുറക്കാറില്ലാത്തത് കൊണ്ട് ജനൽ തുറന്നിട്ടാണോ അടച്ചിട്ടാണോ എന്നുള്ളത് ഞങ്ങൾ ചെക്ക് ചെയ്തതുമില്ല. ഞാനാണെങ്കിൽ ഗതികേടും കൊണ്ട് ആ റൂമിലല്ല ഈ റൂമിലാണ് ഒന്ന് കിടക്കുകയും ചെയ്തത്. എനിവേസ്, ഈ ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ ഉണ്ടായതിനു ശേഷം എന്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി മാറി. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു കുട്ടീനെക്കാട്ടിലും ഞാൻ കുറച്ചും കൂടി ഞാൻ ആ പ്രായത്തിൽ ഞാൻ കുറച്ചും കൂടി എന്റെ പ്രായത്തിനേക്കാൾ മെച്ചോർഡും കുറച്ചും കൂടി റെസ്പോൺസിബിളും ആയിരുന്നു ഞാൻ. എപ്പോഴും എന്നെ കാണുമ്പോൾ എന്റെ ഫ്രണ്ട്സിന്റെ അമ്മമാരും അല്ലെങ്കിൽ എന്താ ചില ടീച്ചേഴ്സ് ഒക്കെ എന്റെ മമ്മീന്റെ അടുത്ത് പറയും, നന്ദു ഭയങ്കര മെച്ചുവേർഡ് ആണ്, നന്ദു പ്രായത്തിനേക്കാളും ഭയങ്കര മെച്ചോറിറ്റി ഉണ്ടെന്ന് ഭയങ്കര പോസിറ്റീവ് സൈനായിട്ട് പറയും. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കതൊരു പോസിറ്റീവ് സൈനായിട്ടല്ല ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് കുട്ടിയായിരിക്കുമ്പോൾ കുട്ടിയായിട്ടിരിക്കാൻ പറ്റണമല്ലോ. ഈ ബാക്കി ഭാരിച്ച കാര്യങ്ങളൊന്നും ഇല്ലാതെ കുട്ടിയായിരിക്കുമ്പോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ എൻജോയ് ചെയ്ത് കളിച്ച് ചിരിച്ച് അങ്ങനെ നടക്കാൻ പറ്റണല്ലോ. അപ്പൊ അങ്ങനെ ഉള്ളൊരു കുട്ടി ആയിരുന്നില്ല ഞാൻ. അപ്പൊ എനിക്കത് ഒരിക്കലും ഒരു പോസിറ്റീവ് സൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴും അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേസ്, അപ്പൊ ഓൾറെഡി ഞാൻ അങ്ങനെയായിരുന്നു. ഇങ്ങനൊരു സംഭവം കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭയങ്കര അലേർട്ടായി. പിന്നെ ഞാൻ ജീവിക്കുന്നതേ ഭയങ്കര അലേർട്ടായിട്ടാണ്. ഈ ഒരു ഇങ്ങനൊരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ നടന്നതിന് ശേഷം എനിക്ക് എല്ലാവരെയും പേടിയാണ്. എനിക്ക് എല്ലാ പുരുഷന്മാരെയും പേടിയാണ്. എന്റെ കൂടെ ഉള്ളവരടക്കം, അതെന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എന്റെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, എന്റെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാ മെയിൽ സ്റ്റാഫുകളെയും അല്ലെങ്കിൽ ഏതൊരാണിനെയും ഞാൻ എവിടെ വെച്ച് ഏത് ആണിനെ കാണുന്നോ അവരെയൊക്കെ എനിക്ക് സംശയവും എനിക്ക് പേടിയുമായിരുന്നു. അവരുടെ മുന്നിൽ പോകാനും സംസാരിക്കാനും ഒക്കെ. ആരെങ്കിലും എൻ്റെ അടുത്ത് കുറച്ച് നൈസായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാല് ഞാന് അയ്യോ അയാൾ എന്തൊരു സ്വീറ്റാന്നല്ല എനിക്ക് ആദ്യം ചിന്ത പോവാ. ദൈവമേ, ഇയാൾ എന്താണ് ഇത്ര സ്വീറ്റ് ആയിട്ട് എന്നോട് പെരുമാറുന്നത്, ഇയാൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ, ഇതാണ് എന്റെ മൈൻഡിൽ ആദ്യം പോവാ. കുറെ വർഷത്തേക്ക് അത് അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഒരു 4 മണി വരെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ സർവൈവ് ചെയ്യും വൈകുന്നേരം. അതിനുശേഷം വരുമ്പോ എന്തോ ഒരു പേടി എവിടുന്നോ ഇങ്ങനെ വന്നു തുടങ്ങും. ഇരുട്ടായി വരുന്തോറും ഭയങ്കരമായ ഒരു പേടി ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. ആ പേടിച്ച് നമുക്കൊരു സോഫയിൽ ഇങ്ങനെ കാലിട്ട് ഇരിക്കാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് പേടിയാണ്. കാലൊക്കെ കയറ്റി വെച്ച് സോഫയിൽ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എന്റെ വീടിന്ന് തന്നെ ഹാളിൽ നിന്ന് റൂമിലേക്ക് പോകാൻ പേടിയാണ്. എല്ലാത്തിനും എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് കിടക്കാറുണ്ടായിരുന്നില്ല ആ സമയത്ത്. അത്രയും എന്റെ വേർസ്റ്റ് ഫേസ് ആയിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എന്റെ ചൈൽഡ്ഹുഡ് ഇഷ്ടമല്ല. വേറെയും റീസൺസ് ഉണ്ട്, എനിക്കിവിടെ ഇപ്പൊ പറയാൻ പറ്റാത്ത കുറെ റീസൺസ് ഉണ്ട്. പക്ഷെ ദിസ് വാസ് വൺ ഓഫ് ദ മേജർ റീസൺസ്. എനിക്ക് എന്റെ ചൈൽഡ്ഹുഡിൽ പ്രത്യേകിച്ച് നല്ല മെമ്മറീസ് അല്ല ഉള്ളത്. അങ്ങനെ
ആ ആ ഒരു ഫേസ് കടന്നുപോയി. ഇപ്പൊ ആക്ച്വലി ഞാനിപ്പോ ഇത് പറഞ്ഞ എത്ര പേര് കേൾക്കുന്ന എനിക്കറിയില്ല, പക്ഷെ കേട്ട് കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും രീതിയിൽ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ പൊതുവെ എല്ലാരും പറയാറുണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടാവുമ്പോ അപ്പൊ പ്രതികരിക്കണം, അല്ലാതെ കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല, അങ്ങനെയൊക്കെ ഇതുപോലെ ഇൻസിഡൻസ് ഒക്കെ ഉള്ളപ്പോ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ദ തിങ് ഈസ്, അതിലൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ആ മൊമെന്റിൽ അപ്പൊ പ്രതികരിക്കണം എന്ന് പറയുന്നത് പോലെ അത്ര ഈസി അല്ല. ഞാനും എപ്പോഴും പറയുമായിരുന്നു, എന്താ എന്തെങ്കിലും ഉണ്ട് നമുക്ക് ഭയങ്കര ബോൾഡായിട്ട് നിൽക്കണം, നമ്മൾ അപ്പൊ പ്രതികരിക്കണം, നമ്മൾ ആരാണ് പേടിക്കുന്നത്, നമ്മൾ അപ്പൊ തന്നെ പ്രതികരിക്കണം എന്നൊക്കെ ഞാനും വായ കൊണ്ട് പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എനിക്ക് ഉണ്ടായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതത്ര ഈസി അല്ല ആൾക്കാർ പറയുന്നത് പോലെ. ഒരിക്കലും ആ ഒരു മൊമെന്റിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ എന്താന്നുള്ളത് പേടിയാണോ, വിഷമാണോ, നമ്മളോട് തന്നെ ഒരു അറപ്പാണോ, എന്താന്നുള്ളത് അറിയില്ല. നമുക്ക് ആ മൊമെന്റില്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒച്ച പോലും വരുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഫ്രീസ് ആയി പോയി, നമ്മളങ്ങ് നമ്മളങ്ങ് ഇല്ലാണ്ടായി പോകുന്നൊരു ഫീലാണ് ആ സമയത്ത് നമുക്ക് തോന്നുന്നത്. നമ്മൾ ഒരു ഞെട്ടലോ, എനിക്കറിയില്ല അതിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്പൊ തന്നെ പ്രതികരിക്കണം, എന്തുകൊണ്ട് അപ്പൊ പ്രതികരിച്ചില്ല, അപ്പൊ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയുമ്പോ, ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കും വന്നാൽ മാത്രമേ അതിന്റെ ഇമ്പാക്ട് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോഴും ഇപ്പോഴും ഈ സമയത്തായിരുന്നു എനിക്ക് ഇങ്ങനെ അതുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അപ്പൊ തന്നെ പ്രതികരിച്ചേനെ, അവന്റെ കൈ പിടിച്ച് വെച്ച് എന്റെ ബാക്കിയുള്ളവരൊക്കെ എഴുന്നേപ്പിച്ച് എന്താ അയാൾ ആരാന്നുള്ളത് കണ്ടുപിടിച്ചേനെ. അങ്ങനെയൊക്കെ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ പോലും അങ്ങനെ പറയില്ല. ബിക്കോസ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ പോലും ഇനിയും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആദ്യം ഷോക്കായി പോവുകയായിരിക്കും ചെയ്യുക. എല്ലാവർക്കും അപ്പൊ തന്നെ പ്രതികരിക്കണം, അപ്പൊ തന്നെ ഭയങ്കര ബോൾഡ് ആവണം, അപ്പൊ തന്നെ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ വരണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞില്ല, അത് ആ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ നിന്നാലേ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നിന്നാലേ അതിന്റെ ഇമ്പാക്ട് എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഞാനത് വേറൊരു കോൺട്രവേഴ്സിയിലേക്കും പോകാൻ വേണ്ടി പറയല്ല, പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് ഉണ്ടായത്. എനിവേസ്, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ 10th കഴിഞ്ഞ് +1 +2 ചെയ്തത് കൂടത്തായി എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. കൂടത്തായിൽ ഞാൻ പഠിക്കാൻ പോയപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കണല്ലോ, അപ്പൊ ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട് വിട്ട് ഹോസ്റ്റലിലേക്ക് മാറിയതായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ ഈ ഈ കഴിഞ്ഞ ഇൻസിഡന്റിന് റിക്കവർ ആയിട്ടില്ല കേട്ടോ. ഞാൻ 8th പഠിക്കുന്നത്, 9th 10th +1 ആയപ്പോഴാണ് ഞാൻ പോകുന്നത്. പക്ഷെ ആ സമയത്തേക്കും ഞാൻ ഇതൊന്നും ഫുള്ളി റിക്കവർഡ് ആയിട്ടില്ല. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനും ഇരുട്ടാവുമ്പോഴൊക്കെ എനിക്ക് അന്നും പേടിയുണ്ട്, മനുഷ്യന്മാരെയൊക്കെ എനിക്ക് അന്നും പേടി തന്നെയാണ്. പക്ഷെ ഹോസ്റ്റലിൽ പോയി കഴിയുമ്പോൾ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് നിന്നേ പറ്റുള്ളൂ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അവിടെ പോയി ഫസ്റ്റ് ഡേ രാത്രി ഉറങ്ങാൻ എനിക്ക് ഭയങ്കര, ഒറ്റയ്ക്ക് കിടക്കണല്ലോ ആദ്യമായിട്ട്, ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഒറ്റയ്ക്ക് ഞാൻ ആദ്യമായിട്ട് അന്നാ കിടക്കുന്നത് രാത്രി, അതും വേറൊരു സ്ഥലത്ത് ഒരു ഡോർമെട്രിയിൽ, അറിയാത്ത കുറെ ആൾക്കാരുടെ കൂടെ. അന്ന് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഞാൻ എന്റെ വലിയ സ്യൂട്ട് കേസ് ഉണ്ടല്ലോ, അത് ഞാൻ താഴെ പോലും വെക്കാതെ എന്റെ ബെഡിനോട് ചേർന്ന് വേറൊരു ബെഡ് വെച്ചിട്ട് ആ ബെഡിന്റെ പുറത്ത് എന്റെ വലിയ സ്യൂട്ട് കേസ് വെച്ചിട്ട് അതിന്റെ സൈഡിലാണ് ഞാൻ കിടക്കുന്നത്. എനിക്കൊരു മറവുണ്ട് അവിടെ കിടക്കാൻ എന്നുള്ളൊരു ഫീൽ ആയിരുന്നു എനിക്ക് അപ്പോ. അന്ന് ഞാൻ ഉറങ്ങിയിട്ടും കൂടിയില്ല പേടിച്ചിട്ട്. പിന്നെ പക്ഷെ അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കംഫർട്ടബിൾ ആയി, നമ്മൾ സംസാരിച്ച് അങ്ങനെ ഉറങ്ങി ശീലിച്ച് പതിയെ ആ പേടി അവിടെ വെച്ചിട്ടാണ് എനിക്ക് ഒന്ന് കുറഞ്ഞു വരുന്നത്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കിടക്കാനും പ്രശ്നം, ഞാനിപ്പോ ഒറ്റയ്ക്ക് തന്നെയാണ് കിടക്കുന്നത്, ഒറ്റയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം. പക്ഷെ ആ സമയത്തേക്കാണ് എനിക്ക് ആ പേടി പോയത്. അങ്ങനെ +1 +2 ഞാൻ അവിടെ ചെയ്തു. ഞാൻ +2 പഠിക്കുന്ന സമയത്ത്, +2 അല്ല, +1 ലാസ്റ്റ് എക്സാം നടക്കുന്ന സമയത്താണ് കൊറോണ ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ എന്റെ +2 എനിക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഞാൻ പിന്നെ ഡിഗ്രി ചെയ്തത് കോഴിക്കോടാണ്, കോഴിക്കോട് ദേവഗിരി കോളേജിലാണ് ഞാൻ ഡിഗ്രി ചെയ്തത്. കോഴിക്കോട് ദേവഗിരി കോളേജിനെ പറ്റി പറയുമ്പോൾ എനിക്ക് എനിക്ക് എന്റെ കോളേജ് ലൈഫ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഓട്ടോണമസ് കോളേജാണ്, കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു, ഡിസിപ്ലിൻ ആയിരുന്നു എന്നുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് അവിടെ നിന്ന് എനിക്ക് കുറെ നല്ല ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുറേ അല്ല, വളരെ കുറച്ച്, പക്ഷെ ആ കിട്ടിയ ബന്ധങ്ങൾ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ലൈഫിൽ എനിക്കുള്ളത്. സോ ദാറ്റ് എനിക്ക് കോളേജ് ലൈഫ് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. കോളേജ് കഴിഞ്ഞ് ഞാനിപ്പോൾ കൊച്ചിയിൽ ACCA എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓൺഗോയിങ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2026 ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ച് ഒരു ചാനൽ വേറെ തുടങ്ങിയതും, ഇപ്പൊ ഞാൻ ആദ്യമായി വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നതും, ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കോണ്ടന്റ് വീഡിയോസ് ഇടാൻ തുടങ്ങിയതും ഒക്കെ 2026. സമയം ഭയങ്കര പെട്ടെന്നാണ് പോകുന്നത്. എന്തൊക്കെ കഴിഞ്ഞു ഇതിന്റെ ഇടയിൽ. എനിക്ക് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്, റിലേഷൻഷിപ്സിന്റെ ഇടയിൽ ഇഷ്ടംപോലെ ട്രോമകൾ കിട്ടിയിട്ടുണ്ട്, ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. യാ
ഒരു വൃത്തികെട്ട ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. യാ അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി എനിക്കിപ്പോ 23 ഇയേഴ്സ് ആണ്. 23 ഇയേഴ്സ്, ഈ വർഷം 23 ഇയേഴ്സ് ആണ്. സോ ഇതൊക്കെയാണ് ഞാൻ ബേസിക്കലി. എനിക്ക് പൊതുവെ ഇഷ്ടം എന്തൊക്കെയാന്നൊക്കെ പറയാൻ, എനിക്ക് വർത്താനം പറയാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് എന്റേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കാനും എന്റേതായിട്ടൊരു അഭിപ്രായം പറയാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ തുടങ്ങിയില്ല, അതെന്റെ തലക്ക് ദോഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇനിയെങ്കിലും എനിക്ക് ഒരു ഷോട്ട് എറിഞ്ഞു നോക്കാലോ, വേണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ആവുകയാണെങ്കിൽ ക്ലിക്ക് ആവട്ടെ. എനിവേസ് എനിക്ക് എന്തായാലും അതൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അതിന് എനിക്ക് ഇതിനേക്കാളും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ദാറ്റ് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചാണ് ഈ ചാനൽ തുടങ്ങുന്നത്. ഇതൊന്നും എനിക്ക് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഞാനിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോ നാളെ എന്താവും എനിക്ക് അറിയില്ല. എനിവേസ് അപ്പൊ ഇതൊക്കെയായിരുന്നു ബേസിക്കലി ഞാൻ എന്ന് പറഞ്ഞ സംഭവം. എന്റെ ലൈഫിൽ ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് ഇപ്പൊ വന്ന് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റില്ല. എന്റേതായ കുറച്ച് റെസ്ട്രിക്ഷൻസ് എനിക്ക് അതിൽ ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഇതൊക്കെയാണ് ഞാൻ എന്റെ ലൈഫിലുണ്ടായ ഏറ്റവും വേഴ്സ്റ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിലൊരു കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്ന് ചോദിച്ചാല് എനിക്ക് ഞാനാവാൻ പറ്റിയത് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറെ വൃത്തികെട്ട എക്സ്പീരിയൻസ് കാരണമാണ്. സത്യമായിട്ടും എനിക്ക് എന്റേതായിട്ടുള്ള സ്പേസ് ഉണ്ടായതും എനിക്കൊരു ഇൻഡിവിജ്വാലിറ്റി കിട്ടിയതും, അല്ലെങ്കിൽ എനിക്ക് എന്തിനെ പറ്റിയിട്ടും തുറന്ന് സംസാരിക്കും ഞാൻ, എന്റെ കാര്യങ്ങൾ ഞാൻ പറയും എന്നുള്ളൊരു ലെവലിൽ എനിക്ക് എത്താൻ കാരണം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് തന്നെയാണ്. അപ്പോൾ എനിക്ക് അവരെയൊന്നും ഓർക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതിനോടൊക്കെ ഗ്രേറ്റ്ഫുൾ ആണ്. ബിക്കോസ് എനിക്ക് ഞാനാവാൻ പറ്റിയത് അതൊക്കെ കൊണ്ടാണ്. എന്നെ ഞാനാക്കിയതും എന്നെ മോൾഡ് ചെയ്തെടുത്തതും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് കൊണ്ട് തന്നെയാണ്. അപ്പോ എല്ലാം നല്ലതിനെന്ന് തന്നെ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതൊക്കെയാണ് ബേസിക്കലി ഞാൻ. ഒബ്വിയസ്ലി എനിക്കിപ്പോ സക്സസ് ആവണം, അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, ഒക്കെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം അൾട്ടിമേറ്റ് സംഭവം പോകുന്നത് എനിക്ക് എന്റെ കണക്ഷൻസിനെയും അല്ലെങ്കിൽ എന്റെ റിലേഷൻഷിപ്സിനെയും ഫാമിലി ഫ്രണ്ട്സിനെയും ഒക്കെ വിട്ടു പോവാതെ അവരുടെ കൂടെ തന്നെ എനിക്ക് സക്സസ്ഫുള്ളി ജീവിക്കാൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഒക്കെ പുറമെ വരുന്നത്. അപ്പൊ ബേസിക്കലി ഞാൻ ഇതൊക്കെ തന്നെയാണ്, ഇത്രയൊക്കെ ഞാനുള്ളൂ. സോ എത്ര പേര് കണ്ടു എനിക്കറിയില്ല. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു 10 പേര് കണ്ടാൽ അത്രയും ഭാഗ്യം എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ആ 10 പേർക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്നുള്ളതിൽ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ലാന്നുള്ള കാര്യം. അധികം ആൾക്കാരെ ചിലപ്പോൾ ഇപ്പൊ തന്നെ യൂട്യൂബിൽ കാണിക്കാൻ എന്റെ വീഡിയോ പുഷ് ആവണമെന്നില്ലല്ലോ, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. പക്ഷെ കാണുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ്. സോ നെക്സ്റ്റ് ഒരു അടിപൊളി വ്ലോഗായിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.